നമ്മളിപ്പം കോട്ടയ്ക്കാവ് വാർഡിൽ ഇപ്പം പിന്നെ രമാസുധൻ എന്ന് പറയുന്ന കണ്ണാറച്ചമ്പട്ടിൽ രമാസുധൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം എൻ്റെ അച്ഛൻ ഇപ്പം 87 വയസ്സ് കഴിഞ്ഞു. 87 വയസ്സെന്ന് പറയുന്നത് ഈ ഇപ്പം പിന്നെ നമ്മുടെ ഈ വാർഡുകളിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടി പ്രായം ഉള്ള ഒരു വ്യക്തി ഇദ്ദേഹം. ഈ കോട്ടയ്ക്കാവ് ഓണാഘോഷം തുടങ്ങിയത് ദാമോദരൻ മൂപ്പൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കുന്നംപുറത്ത് ദാമോദരൻ. അടുത്തത് മേടയിൽ പപ്പു മുതലാളി. പിന്നെ കുട്ടൻ, മാമ്മൂട്ടിൽ കുട്ടൻ എന്ന് വിളിക്കും. കുട്ടൻ. പിന്നെ വാർഡിൽ അന്നുള്ള പ്രായമുള്ള ആൾക്കാരെല്ലാം ഇവരുടെ കൂടെ പങ്കെടുത്ത് അതാണ് തുടക്കം. പിന്നീട് ഒരാളുണ്ട് കുറുപ്പ്. സോപ്പിലുള്ള ഭാഗത്തു നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ഉള്ള സത്യം പറയണമല്ലോ. അന്ന് ഈ കുറുപ്പെന്ന് പറയുന്ന ആൾ തോപ്പിൽ താമസിക്കുക. കുറുപ്പ് അച്ഛൻ്റെ ചേട്ടക്കാരുടെ ഭർത്താവാണ്. അപ്പോൾ അങ്ങനെ കുന്നുംപുറത്ത് വന്ന് ആലോചിച്ച് ഇങ്ങനൊരു സംഗതിയുണ്ട്, അങ്ങ് നമുക്ക് റോഡിലോട്ട് കൊണ്ടുപോയി കൂടെ. ആ റോഡിലോട്ട് കൊണ്ടുപോകാം. അതിനിപ്പോൾ എന്താ വേണമെന്ന് വേണം. അത് വെളിയിൽ പന്തലൊക്കെ ഇടണം. അങ്ങനെ ഞാൻ ഉടനെ പറഞ്ഞ പപ്പു ഉണ്ടല്ലോ, ഓലയും മുളയൊക്കെ പപ്പുവിൻ്റെ വീട്ടിലെടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അങ്ങനെ ആ വർഷം തൊട്ട് മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്നത് കോട്ടയ്ക്കാവ് വാർഡിൽ. ഇത് ഈ ഓണാഘോഷത്തെക്കുറിച്ച് ഇപ്പം പപ്പ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ഒരു പണ്ടത്തെ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണെന്നും എങ്ങനെയാണെന്നുള്ളത് പപ്പ അങ്ങ് തുടങ്ങി വെച്ചു. കാര്യം നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും പപ്പയൊക്കെ പറഞ്ഞുള്ള അറിവ് വെച്ച് ഈ ഒരു പ്രദേശത്ത് കോട്ടയ്ക്കാവ് വാർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് അന്ന് കാര്യശേഷിയോടെ സംസാരിക്കാനും ഓരോ കാര്യത്തിലും ഇടപെടാനും പറ്റിയ ഒരു 3-4 പേരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു അച്ഛൻ്റെ അച്ഛനായിട്ട് ദാമോദരൻ എന്ന് പറയുന്നത്. അന്നേരം മൂപ്പർ സ്ഥാനം കൊടുത്തൊരു കക്ഷിയായിരുന്നു ഈ കോട്ടയ്ക്കാവ് വാർഡിൽ. ഇവിടെ പിന്നെ ഈ വള്ളങ്ങളുടെ ട്രാൻസ്പോർട്ട് ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു. അന്നേരം മൂപ്പനായിട്ട് നിന്ന് അന്നേരം ഈ ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം ദാമോദരൻ മൂപ്പൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പപ്പ പറഞ്ഞനുസരിച്ച് ഇപ്പം മാമ്മൂട്ടിൽ ആ ഭാഗത്ത് അത് കുടുംബയോഗം പോലെ കുറച്ച് ആൾക്കാർ നമ്മൾ പണ്ടെല്ലാം അങ്ങനെ തന്നെ ആണല്ലോ കുറച്ച് പ്രാദേശിക തോപ്പിൽ ഭാഗത്ത് അന്നേരം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കളികളുണ്ടല്ലോ, ഓണക്കളികൾ എന്ന് പറയുന്ന ചെറിയ പണ്ടത്തെ കളികൾ. അന്നേരം അതെല്ലാം നടത്തിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ അതിനെ കുറച്ചും കൂടെ വിപുലീകരിക്കണമെന്ന് വിചാരിച്ച് കുറച്ച് പിന്നെ കാര്യശേഷിയുള്ള ആൾക്കാർ വന്ന് അന്നേരം ഈ പറഞ്ഞ ദാമോദരൻ മൂപ്പരുമായിട്ട് ആലോചിച്ച് അന്നേരം അദ്ദേഹത്തിനൊരു നേതൃത്വം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവരും അതിൻ്റെ കൂടെ സഹകരിച്ച് പോകുമെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ സഹകരിപ്പിച്ച് അങ്ങനെ അവർ ഈ ഒരു പ്രദേശത്ത് നടന്നിരുന്ന ചെറിയൊരു പ്രദേശത്ത് നടന്നിരുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മുൻനിരയിലോട്ട് കൊണ്ടുവന്നത്. നിറയെ സോമരാൻ്റെ നമ്മുടെ മുൻ കൗൺസിലർ സോമരാൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണിത് അന്ന് തുടക്കം കുറിച്ചത്. അന്നത്തെ തുടക്കം എന്ന് പറയുമ്പം നമ്മൾ കേട്ടർ വെച്ച് ചെറിയൊരു പന്തൽ വെച്ച് അന്നേരം മേടയിൽ പിന്നെ പപ്പു മുതലാളി എന്ന് പറയുന്നത് പപ്പു മുതലാളി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു. അങ്ങനെ ഇവർ പൂർണ്ണ ചേർന്ന് മുളയും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ചെറിയൊരു പന്തൽ പോലെയൊക്കെ ഉണ്ടാക്കി അന്നത്തെ കുറച്ച് കുട്ടികളുടെ കുറേ കളികളും കാര്യങ്ങളൊക്കെ നടത്തിയാണ് അന്ന് തുടക്കം എന്നാണ് നമ്മൾ കേട്ടറിവുള്ളത്. പിന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം പിന്നെ ഇവിടെ കോട്ടയ്ക്കാവ് വാർഡിൽ 8-10 ക്ലബ്ബുകളുണ്ടായിരുന്നു. അതിൽ സാഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഞങ്ങൾ നടത്തി. ഞങ്ങൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പൊക്കെ ഒരു വർഷമൊക്കെ നേടി. അതോടെ എല്ലാം പലരും വഴിവൊക്കെ. പിന്നെ KK ഉണ്ടായിരുന്നു, 7 സ്റ്റാർ ഉണ്ടായിരുന്നു, അങ്ങനെ പ്രദേശ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലബ്ബുകളുടെ ഒരു മത്സരത്തോടു കൂടിയാണ് ഈ ഒരു ഓണാഘോഷം ഭയങ്കരമായി ക്ലിക്കായത്. കാര്യം എന്ന് പറഞ്ഞാൽ ക്ലബ്ബുകളുടെ ഒരു ഓണാഘോഷം വന്നതോടുകൂടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആൾക്കാരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഈ പിന്നെ ഉദയനും പിന്നെ നമ്മളെ ഈ സായി സ്പോർട്സ് ക്ലബ്ബിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തിരുവനന്തപുരത്ത് പോയി കൊണ്ടുവന്ന് അങ്ങനെ ഇപ്പം കെനിയെന്ന് വരെ ആൾക്കാർ ഇവിടെ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ ക്ലബ്ബുകളുടെ മത്സരം കൊണ്ടാണ്. ആ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമുക്ക് ഈ ഒരു കോട്ടയ്ക്കാവ് ഓണാഘോഷം എന്ന് പറയുന്നത് ലോകപ്രശസ്തമെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഈ ഒരു ഓണാഘോഷ സമയത്താണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ഗൾഫുകാരും ആ ഒരു അവധി നോക്കിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം വലുതായതുകൊണ്ടാണ് ആ ഒരു ചിന്ത. പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി മത
രാഷ്ട്രീയം ഒന്നും നമുക്ക് ഈ ഓണാഘോഷത്തെ ബാധിക്കാറില്ല. പ്രസിഡൻറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആയാൽ ആയെന്ന് പറയാം, അതായില്ലേലും നമ്മുടെ ഈ ഓണാഘോഷം നടന്നു പോകും. അത് ഒരു ചരിത്ര സംഭവമായിട്ട് വരും. ഇപ്പോൾ അടിയും ബഹളവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചരിത്ര സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഓണാഘോഷം പിന്നെ മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് നമ്മൾ പറയുന്നത് തന്നെ. പിന്നെ തുടക്കക്കാരെന്ന നിലയിൽ അവർ സ്മരിക്കേണ്ട നമുക്ക് കടമയുള്ളതാണ്. അവർ കൊണ്ടുവന്ന് നമ്മളെ പൊതുസമൂഹത്തിലോട്ട് ഇത് കൊണ്ടുവന്നത് കൊണ്ടാണ് പുതിയ ചെറുപ്പക്കാർ ഇത് നടത്തിക്കൊണ്ടുപോയി ഈ ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ അത് ആഘോഷിച്ച് ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി നിന്നിരിക്കുന്നത് വനിതകളാണ് ഈ പ്രാവശ്യം ഇല്ലേ. വനിതകളുടെ കൂട്ടായ്മ അന്നേരം അത്രത്തോളം സാമൂഹികമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷയുടെ ആ ഒരു സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ഓണാഘോഷം ഈ പ്രാവശ്യം വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നു. എല്ലാ വർഷത്തേക്കാളും വളരെ സന്തോഷവും സൗഹാർദ്ദപരമായിട്ടും നല്ലൊരു ഓണാഘോഷം ഈ പ്രാവശ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. ഓണാഘോഷത്തിന് ആശംസകൾ.